1967 EMS മന്ത്രിസഭ ഈ പിന്നോക്ക ദേശത്തിന്റെ സമുദ്ധാരണത്തിനും വികസനത്തിനുമായി മലപ്പുറം ജില്ല പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ കൊച്ചു പാകിസ്ഥാൻ കേരളത്തിൽ രൂപീകൃതമായിരിക്കുന്നുവെന്നാണ് RSS ആക്ഷേപിച്ചത്. RSS മാത്രമല്ല, അന്ന് ആ ആക്ഷേപം ഉയർത്തിയത് എന്നതും ചരിത്ര വസ്തുതയാണ്. ആ ചരിത്ര വസ്തുത നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്ന് മാത്രം. ഇപ്പോഴുള്ള പ്രത്യേക കാരണങ്ങളാൽ ആ വസ്തുത അതേ രീതിയിൽ പറയാൻ അന്ന് ആക്ഷേപം ഉന്നയിച്ചവർക്ക് കഴിയില്ല എന്നതും നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. 60കളിലെ നിങ്ങൾക്കെല്ലാവരും ഓർമ്മയുണ്ടാവും, ഇവിടെ LDFന്റെ ഭാഗമായി മുസ്ലിം ലീഗ് സഹകരിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അന്നത്തെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ലീഗ് സഹകരിച്ച് പ്രവർത്തിക്കുന്ന നിലയുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ റാവൽപിണ്ടി പീക്കിംഗ് അച്യുതണ്ട് എന്നതിനെ ആക്ഷേപിച്ചതും ആരായിരുന്നു എന്നതും ഓർക്കുന്നത് നല്ലതാണ്. ഇത് ഇപ്പോൾ അവരെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷെ ചരിത്ര വസ്തുത നമ്മൾ ഓർക്കണമെന്നതുകൊണ്ട് മാത്രം ആ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ആ രീതിയിൽ പറയുമ്പോൾ പലർക്കും വിഷമം ഉണ്ടാകാനിടയുള്ളതുകൊണ്ട് അവരെ പേരെന്നും പറഞ്ഞ് അവർക്ക് വിഷമമുണ്ടാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. 1954 കമ്മ്യൂണിസ്റ്റായ PT ഭാസ്കരപ്പണിക്കർ പ്രസിഡന്റും KV മൂസാൻകുട്ടി മാഷ് വൈസ് പ്രസിഡന്റുമായ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് വന്നത്. ആ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിനൊരു പ്രത്യേകതയുണ്ട്. അത് വന്നപ്പോഴാണ് വലിയ തോതിൽ ഈ മലബാറിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം കടന്നു വന്നത്. ആ കാലത്ത് 1001 ഏകാധ്യാപക വിദ്യാലയങ്ങൾ മലബാറിൽ ഉയർന്നു വന്നു. മലപ്പുറത്തും അതിന്റെ ഭാഗമായി അത്തരം വിദ്യാലയങ്ങൾ കാര്യമായി തന്നെ വരികയുണ്ടായി. 1921 കലാപത്തെ തുടർന്ന് വെള്ളക്കാരും വേണ്ട, വെള്ളക്കാരന്റെ ഭാഷയും വേണ്ട എന്നൊരു ചിന്താഗതി മലപ്പുറത്തും മറ്റും രൂപപ്പെട്ടിരുന്നു. 1957 EMS മന്ത്രിസഭ വന്നപ്പോഴാണ് ഇംഗ്ലീഷ് ഭാഷാ പഠനം കൂടി വേണമെന്ന നില വന്നത്. അന്നൊക്കെ PSC വഴി നിയമനം നടത്തുന്ന മിക്ക തസ്തികകളിലേക്കും മുസ്ലിങ്ങളെ കിട്ടാനില്ലായിരുന്നു. സംവരണമുണ്ടായിട്ടും ആളെ കിട്ടാനില്ലാത്തതുകൊണ്ട് നിയമനം നടത്താനാവാത്ത നില ആ കാലത്തുണ്ടായി. ലാസ്റ്റ് ഗ്രേഡിലൊക്കെ ആളെ കിട്ടിയിരുന്നുള്ളൂ. ഈ നില മാറ്റിയെടുക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർദ്ധിക്കുകയും ഇംഗ്ലീഷ് ഭാഷാ പഠനം വ്യാപിക്കുകയും ചെയ്തതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ പുരോഗതി ഉറപ്പാക്കിയതിൽ EMSന്റെയും CH മുഹമ്മദ് കോയയുടെയും ഒക്കെ സംഭാവനകൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. സമൃദ്ധവും സമ്പന്നവുമായ സാംസ്കാരിക പൈതൃകമുള്ള മനുഷ്യസ്നേഹികളുടെ ഈ നാടിനെ സിനിമകളിൽ പോലും ചിലർ വികൃതമായി ചിത്രീകരിക്കുന്നു. ഇത് അത്യന്തം നിർഭാഗ്യകരമായ കാര്യമാണ്. അത്തരം ശ്രമങ്ങൾ പഴയ ഹിന്ദുത്വ വർഗീയ പ്രചാരണത്തിന്റെ അബോധപൂർവമായ സ്വാധീനത്തിലാണ് എന്നത് തിരിച്ചറിഞ്ഞ് അവയിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ്
ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.